ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻ്റർനെറ്റ് ബാങ്കിംഗ് ഉപയോഗിക്കുന്നവർക്ക് എന്തെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ പാസ്വേഡ് പഴയ പാസ്വേഡ്, അതായത് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാസ്വേഡ് മാറ്റി പുതിയ പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അതെങ്ങനെ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതേപോലെ നമ്മുടെ പാസ്വേഡ് നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ അല്ലെങ്കിൽ യോനോ എസ് ബിയുടെ പ്രൊഫൈൽ പാസ്വേഡ് ഇവ മറന്നുപോയാൽ എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ യൂസർ നെയിം മറന്നുപോയാൽ എങ്ങനെ കണ്ടുപിടിക്കാം തുടങ്ങിയ വീഡിയോകൾ ഞാൻ ഈ ചാനൽ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ തീർച്ചയായും കാണുക. അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ കയറി നോക്കുക. SBS സംബന്ധമായിട്ടുള്ള നിരവധി വീഡിയോകൾ അവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത് യോനോ എസ് ബി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്നവർക്ക് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ പാസ്വേഡ്, ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന പാസ്വേഡ് നമുക്ക് എന്തെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ മാറ്റി പുതിയത് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ്. നേരെ വീഡിയോ കാണാം. നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന യോനോ എസ് ബി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആദ്യമായി നമ്മുടെ ഫോണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഇവിടെ നമ്മുടെ എംപിൻ 6 അക്ക മൊബൈൽ പിൻ നമ്പർ അല്ലെങ്കിൽ യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇങ്ങനെയായിരിക്കും യോനോ എസ് ബിയുടെ മെയിൻ ഇൻ്റർഫേസ് നമ്മൾ കാണുന്നത്. ഇവിടെ താഴേക്ക് ഒരല്പം സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വലത് സൈഡ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്കിവിടെ റീസെറ്റ് ഇൻ്റർനെറ്റ് ബാങ്കിങ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ യോനോ എസ് ബിയുടെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ പ്രൊഫൈൽ പാസ്വേഡ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് പുതിയ പാസ്വേഡ് നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പുതിയ പാസ്വേഡ് 2 പ്രാവശ്യം നമ്മൾ ടൈപ്പ് ചെയ്യണം. ആദ്യം ടൈപ്പ് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ പുതിയ പാസ്വേഡ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കുക, അതിൽ അക്കങ്ങളും അക്ഷരങ്ങളും ചിഹ്നവും ഉണ്ടായിരിക്കണം. 8 അക്ഷരത്തിൽ കൂടുതലുണ്ടായിരിക്കണം. 16 അക്കത്തിൽ 16 20 അക്കത്തിൽ കൂടുവാനും പാടില്ല. അതിൻ്റെ വ്യക്തമായ ഇൻസ്ട്രക്ഷൻ എൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് വായിച്ച് നോക്കിയിട്ട് പിൻ സെറ്റ് ചെയ്യാം. നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത പാസ്വേഡ് നമുക്ക് പരിശോധിക്കണമെങ്കിൽ ആ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ നമ്മുടെ പാസ്വേഡ് കാണാൻ സാധിക്കും. നമുക്ക് നമ്മുടെ പാസ്വേഡിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ താഴെയുള്ള ഇൻസ്ട്രക്ഷൻ വായിച്ച് നോക്കുക. അതിനുശേഷം നമ്മൾ അതേപടി പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളങ്ങനെ നമ്മുടെ പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴെ കൺഫേം എന്ന് പറയുന്നൊരു ബട്ടൺ നമുക്ക് കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും, 1 ടൈം പാസ്വേഡ് വരും. നമ്മളത് അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ പിൻ നമ്പർ എടുത്ത് അതേപടി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ പാസ്വേഡ് ചേഞ്ചായി എന്ന മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കും.